സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കുകയും അതിന് എക്സ്റ്റൻഷൻ ഇല്ലാതെ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ, രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്കോ അതിൻ്റെ ചർച്ചകളിലേക്കോ പ്രവേശിക്കാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ഗാസയിലെ നടപടികൾ കടുപ്പിക്കുകയാണ്. പ്രകടമായ മിലിറ്ററി വിന്യാസങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതിനിടയിലൂടെ ട്രംപിൻ്റെ ഭീഷണികൾ വരുന്നു. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നമ്മളെല്ലാവരും വായിച്ചതുപോലെ അദ്ദേഹം പറയുന്നത്, ഐ എം സെൻഡിങ് ഇസ്രായേൽ എവറിത്തിങ് ഇറ്റ് നീഡ് ടു ഫിനിഷ് ദ ജോബ്. നോട്ട് എ സിംഗിൾ ഹാമാസ് മെമ്പർ വിൽ ബി സേഫ് ഇഫ് യു ഡോണ്ട് ഡു ആസ് ഐ സേ. ഇസ്രായേലിന് വേണ്ട സർവ്വസാധനവും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ എല്ലാ ഹാമാസുകാരനെയും ശരിയാക്കി കളയും, തട്ടിക്കളയും എന്നാണ് പുള്ളി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം ഏകദേശം ഒരു പാരഗ്രാഫ് വരുന്ന ഒരു കുറിപ്പാണ് എഴുതിയിട്ടുള്ളത്. സാധാരണ അത്രയും നീളത്തിൽ ലോക നേതാക്കന്മാർ എഴുതാറില്ല, 1-2 സെൻറ്റൻസുകളാണ്. ഒരു പാരഗ്രാഫുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയ ഒരു സെൻറ്റൻസാണ് ഇപ്പം ഞാൻ വായിച്ചത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്ന ഇതാണ്: റിലീസ് ഓൾ ദ ഹോസ്റ്റേജസ് നൗ, നോട്ട് ലേറ്റർ, ആൻഡ് ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ഓൾ ദ ഡെഡ് ബോഡീസ് ഓഫ് ദ പീപ്പിൾ യു മർഡേർഡ് ഓർ ഇറ്റ് ഈസ് ഓവർ ഫോർ യു. എല്ലാ ഹോസ്റ്റേജസിനെയും, ജീവനുള്ളവരെയും ഇല്ലാത്തവരെയും ഇപ്പം തന്നെ വിട്ടുതരിക. ഇപ്പോൾ തന്നെ, പിന്നീടല്ല, ഇപ്പോൾ തന്നെ വിട്ടുതരിക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. 1-2 സെൻറ്റൻസ് കൂടി ഉണ്ട് അതിനകത്ത്. വേറൊന്ന്, ഫോർ ദ ലീഡർഷിപ്പ്, നൗ ഈസ് ദ ടൈം ടു ലീവ് ഗാസ വൈൽ യു സ്റ്റിൽ ഹാവ് എ ചാൻസ്. ഹമാസിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകളോട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോകാൻ നിങ്ങൾക്കൊരവസരമുണ്ട്. നാളെ ഇത് ഉണ്ടായി എന്ന് വരികയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾസോ ടു ദ പീപ്പിൾ ഓഫ് ഗാസ, ഇനി ഗാസയിലെ ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വക ഒരു ഉപദേശമുണ്ട്. എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ അവേറ്റ്സ്, ബട്ട് നോട്ട് ഇഫ് യു ഹോൾഡ് ഹോസ്റ്റേജസ്. ഇഫ് യു ഡു, യു ആർ ഡെഡ്. നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന കാര്യമൊക്കെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ബന്ദികളെ അവിടെ പാർപ്പിക്കാൻ അനുവദിച്ചാൽ നിങ്ങളുടെ കാര്യം പിന്നെ നോക്കാനുണ്ടാവില്ല. ഇഫ് യു ഡു, യു ആർ ഡെഡ്. നിങ്ങൾ മരിച്ചു എന്നും കൂട്ടിയാണ്. അപ്പോൾ അദ്ദേഹം മരണവും വെച്ചുകൊണ്ടാണ് ഈ ബാർഗൈനിങ് നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദോരണിയും അതിനിടയിലൂടെ ഇസ്രായേലിൻ്റെ വാർ പ്രിപ്പയർഡ്നെസ്സും ഇത് രണ്ടും ഒന്നിച്ചു വരികയാണ്. ഹമാസിൻ്റെ വാസ്തവത്തിൽ അനക്കമില്ല. അപ്പോൾ ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ രീതി നിശ്ചയമായും വ്യത്യസ്തമായിരിക്കും. മുഴുവൻ ആകാശത്ത് നിന്ന് ബോംബ് വാരിയിട്ട് യുദ്ധം ചെയ്യുന്ന ടെക്നിക്ക് ആവില്ല ഇനി അവർ ചെയ്യുക. കാരണം ഗാസയുടെ ഉള്ളിൽ ഇസ്രായേലിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒരു റീജിയൻ മുഴുവൻ ഗാസയുടെ വടക്കൻ റീജിയൻ മുഴുവൻ അവരെ ക്ലിയർ ചെയ്തതാണ്. ആ ക്ലിയർ ചെയ്ത റീജിയനിൽ ഏകദേശം അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസ് എക്യുപ്മെൻറ്റ്സ് സർവ്വസ്ഥലത്ത് വരെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹമാസിൻ്റെ ഭീകരർ പറയുന്നത് അവർക്ക് അവിടെ നിന്നൊക്കെ ഈ ഡബ്രീസിൻ്റെ, ഈ തകർന്നു കിടക്കുന്നതിനിടയിലെല്ലാം വിവിധ തരത്തിലുള്ള ക്യാമറകൾ കണ്ടെടുക്കാൻ സാധിക്കുന്നത് മാത്രമായിരിക്കും അവർ ക്യാമറ വെച്ചിട്ടുള്ളതെന്ന് ഉറപ്പാണ്. അപ്പം ഈ ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഭൂമിയിലിരുന്ന് കാണത്തക്ക രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ഇവരെ ഗാസയിൽ മൊത്തം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പം ഹമാസിൻ്റെ ഒരു സാധാരണ രീതി ഗറില്ല ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഗറില്ല ആക്രമണങ്ങൾ അവരെപ്പോഴും സൂയിസൈഡൽ അറ്റംപ്റ്റുകളാണ് നടത്തുക. അവരുടെ ഭാഗത്തുള്ള ആളുടെ ജീവൻ അവർ നോക്കില്ല. ഇസ്രായേൽ പട്ടാളക്കാരെ കൊല്ലത്തക്ക രീതിയിൽ അവർ മേത്ത് ബോംബും കെട്ടിവെച്ച് വരികയോ അല്ലെങ്കിൽ ഒരു ബോംബുമായിട്ട് ഒരു ടാങ്കിനെ സമീപിക്കുകയോ, അപ്പോൾ അവർ മരിച്ചാൽ ഈ ബോംബ് പൊട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ ഇസ്രായേലിനെ നാശം അവർക്ക് ഉറപ്പിക്കാം. അവരെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവർക്ക് മറ്റേ സീറ്റുണ്ട്. അപ്പോൾ അവർക്കൊന്ന് മരിച്ചു കിട്ടാന്നുള്ള അവരുടെ ആവശ്യം. അപ്പോൾ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കത്തക്ക രീതിയിലുള്ള ഈ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ കാഴ്ച കൊണ്ട് ഇത് മുഴുവൻ കൃത്യമായിട്ട് കണ്ടെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇസ്രായേലോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാം. അപ്പോൾ ഇനി ഒരു സ്റ്റെപ്പ് യുദ്ധം നടക്കുകയാണെങ്കിൽ അത് നിശ്ചയമായും ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ ആയിരിക്കും. കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് പേൻ പിടിക്കുന്നത് പോലെ, പേൻ ജീപ്പ് ഉപയോഗിച്ച് പേൻ പിടിക്കുന്നത് പോലത്തെ പരിപാടിക്കാണ് കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹമാസിനെ ഫിൽട്ടർ ചെയ്ത് പിടികൂടുക എന്നുള്ളതാണ്. അതിൽ നിശ്ചയമായിട്ടും അവർ ഒരു തരത്തിലുള്ള മയവും നാട്ടുകാരോട് കാണിക്കാനൊന്നും ഒരു സാധ്യതയില്ല. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരെ മറയാക്കി ഹമാസ് ഇത്തരം പണിക്ക് വന്നാൽ നാട്ടുകാരെ തീർത്ത് ഹമാസിനെ തീർക്കും. അത്രേ അവർ ചെയ്യത്തുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ടെറിട്ടറിയിൽ കടന്ന് 1200 ആളുകളെ കൊന്നുകളഞ്ഞ അതിൻ്റെ കണക്ക് അവർക്ക് തീർന്നിട്ടൊന്നുമില്ല. പണ്ട് മുതലേ ഇസ്രായേൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഇക്വേഷൻ അനുസരിച്ച് 1 ഇസ്രായേലി ഈസ് ഈക്വൽ ടു 1000 പാലസ്തീനിയൻസ് എന്നാണ്. ഒരു ഇസ്രായേലിയുടെ ജീവൻ 1000 പാലസ്തീനികളുടെ ജീവന് തുല്യമാണെന്നാണ് അവരുടെ പണ്ട് മുതലുള്ള ഒരു കണക്ക്. അപ്പോൾ അവരുടെ കണക്ക് വെച്ച് അവിടുത്തെ മരണങ്ങളൊന്നും ആയിട്ടില്ല. ഔദ്യോഗികമായിട്ട് പറയുന്നത് 48,000 മേലെയാണ്. എങ്കിൽ പോലും ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നത് 62,000 ചില്ലുവാനാണ്. ഇനിയും കുറേ ആളുകളെ കണ്ടുകിട്ടാനുണ്ടെന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10-65 ആളുകൾ ഇപ്പോൾ അവിടെ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇസ്രായേലിൻ്റെ കണക്കിന് അതൊന്നും
അവരുടെ 1200 തട്ടിച്ച് നോക്കും അതൊന്നുമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഇതൊക്കെ അവരുടെ ഭാഷയാണ്, ഞാൻ പിന്നെ എൻ്റെ താല്പര്യങ്ങൾ പറയുന്നതല്ല. അപ്പോൾ അതിനിടയിലൂടെ അമേരിക്ക നേരിട്ട് ഹമാസുമായിട്ട് സംസാരിച്ചായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഹമാസുമായിട്ട് അമേരിക്ക നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവിടെ ഉള്ളത് സ്പെഷ്യൽ എൻവോയ് ഫോർ ഹോസ്റ്റേജസ് ആഡം ബോളറാണ്. ആഡം ബോളർ എന്ന പേരുള്ള ഒരു ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രം സംസാരിക്കാനുള്ള ആൾ. സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, അവിടെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന മുഴുവൻ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാണ് വിറ്റ്കോഫ്. അപ്പം ഇത് ഈ ബന്ദികളുടെ കാര്യം മാത്രം കൈകാര്യം ചെയ്യുന്ന ആഡം ബോളർ എന്ന് പറയുന്ന ആൾ ഹമാസിൻ്റെ ആളുകളുമായിട്ട് ഖത്തറിൽ വെച്ച് ഖത്തർ പ്രൈം മിനിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ 2 തവണ ടോക്സ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അവർ പറയുന്നത് ഇസ്രായേലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇസ്രായേൽ അതിനോട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഈ അറിഞ്ഞ വിവരത്തെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അമേരിക്ക ശ്രമിച്ചിട്ടുള്ളത് അവരുടെ 5 ബന്ദികൾ കൂടി ഇനി അവിടെ ഉണ്ട്. ആ 5 ബന്ദികളിൽ ഒരാൾ ചെറുപ്പക്കാർ 24 വയസ്സുള്ള ഒരാളാണ്. അയാൾ ജീവനോടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി 4 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവർ വിടത്തൊന്നുമില്ല. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ആളുകളെ കൊന്നതിന് അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ സിറ്റിസൺസിനെ ഇവരെല്ലാം ജീവനോടെ പിടിച്ചോണ്ട് പോയതാണ്. ഈ ജീവനോടെ പിടിച്ചോണ്ട് പോയിട്ട് അവരുടെ കസ്റ്റഡിയിലിരുന്ന് അവർ പീഡിപ്പിച്ച് കൊന്ന ആ ഒരു സംഗതി വന്നു കഴിയുമ്പം അവരുടെ റെസ്പോൺസ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഈ പിന്നെ ട്രംപ് ഇങ്ങനെ പറയുന്നത് കാച്ചും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. അമേരിക്കൻ സിറ്റിസൺസിനെ ഇവന്മാർ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ ഇട്ട് അറുത്ത് കൊന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരം ഇവരെ കൊണ്ട് ട്രംപ് പറയിപ്പിക്കും എന്നുള്ളത് 3 തരമാണ്. പക്ഷേ ജീവനുള്ള ഒരുത്തൻ അവിടെ ബാക്കിയുണ്ട്. ആ ഒരുത്തനെ കിട്ടുമെന്നാണ് ഇവർ നോക്കുന്നത്. ആ ഒരുത്തനോട് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സ്വഭാവം മാറും. അവർ പിന്നെ വർത്തമാനത്തൊന്നും നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ പിന്നെ ഇസ്രായേലിൻ്റെ കൂടി പൊതുവായിട്ടുള്ള ഈ വിഷയം തീർക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ ഹമാസിനെ ഗാസയിലെ വിഷയങ്ങൾ തീർക്കാൻ ശ്രമിക്കുമ്പോഴും അമേരിക്കയുടെ ബന്ദികളെ ശ്രമിക്കാൻ വേണ്ടി അവർ വേറൊരു രീതിയിലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ബന്ദികൾക്ക് അത്ര ഗുണകരമായി വന്നു എന്ന് വരികയില്ല എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ടോക്സ് ഇനി നടക്കും. അത് അവർ തമ്മിൽ തീർത്തോളും. അപ്പം എന്തായാലും ശരി, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ രസകരമായ ഒരു കാര്യം, നമ്മുടെ 10 ഇന്ത്യക്കാർ ഇവിടുന്ന് ജോലി അന്വേഷിച്ച് ഇസ്രായേലിൽ പോയി, ജോലി അന്വേഷിച്ച് പോയതല്ല, അവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ ധാരാളം ജോലിക്കാരെ ഇസ്രായേലിൽ എടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഈ ഗാസയിലുള്ള ആളുകളാണ് ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ആളുകൾ ഇപ്പം ഗാസയിൽ നിന്ന് ഈ ഗാസയും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിനായ ശേഷം തൊഴിലാളികൾക്ക് വലിയ ക്ഷാമം ഇസ്രായേൽ നേരിടുന്നുണ്ട്. അപ്പോൾ ആ തൊഴിലാളികളുടെ ക്ഷാമം നേരിടാൻ വേണ്ടി ഇസ്രായേൽ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം മാത്രം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് മാത്രം ജോലി ചെയ്യാനായി 16,000 ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അങ്ങനെ പോയതിൽ 10 പേരെ കാണാനുണ്ടായിരുന്നില്ല. ആ 10 പേരെ ഇപ്പം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന്, പാലസ്തീനിൻ്റെ റീജിയനാണല്ലോ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മാസമായിട്ട് അവർ വെസ്റ്റ് ബാങ്കിൽ തടവിലായിരുന്നു. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളുണ്ട്, മെച്ചപ്പെട്ട ശമ്പളം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. ഇനി വേറെ എന്തെങ്കിലും അവർ പിന്നെ സ്വർഗത്തിൽ കിട്ടുന്ന സംഗതികളെല്ലാം ഓഫർ ചെയ്തെന്ന് അറിയത്തില്ല. ഏതൊക്കെയാലും ശരി 10 ആളുകൾ ആ ഭാഗത്തേക്ക് പോയിരുന്നു. പക്ഷേ പോയവരെ ഇവർ പിടിച്ചു വെച്ചിട്ട് അവരുടെ പാസ്പോർട്ട് തട്ടിപ്പറിച്ചു. ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇസ്രായേൽ പ്രവേശിക്കാൻ പാലസ്തീനികൾക്ക് ഇസ്രായേൽ പ്രവേശിച്ച് ഭീകരപ്രവർത്തനം ചെയ്യാൻ വേണ്ടി പാസ്പോർട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇവരെ അവർ പിടിച്ചോണ്ട് പോയിട്ട് തടവിലിട്ടിരിക്കുകയായിരുന്നു. എല്ലാ പട്ടിണി നടന്ന എല്ലുന്തോരുമായിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ പറഞ്ഞ ഇസ്രായേൽ ഫോഴ്സ് റിലീസ് ചെയ്തതായിട്ട് വാർത്ത വരുന്നുണ്ട്. അതിനിടയിലൂടെ നമ്മൾ പിന്നെ സെലൻസ്കി നല്ല കുട്ടിയായ കാര്യം നമ്മളെല്ലാവരും പത്രങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കിയതാണ്. നമ്മളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. സെലൻസ്കിയുടെ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ട്രംപുമായിട്ടുള്ള ടോക്ക് പൊളിഞ്ഞതെന്നുള്ള കാര്യം നമ്മൾ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ പത്രങ്ങളെല്ലാം പറഞ്ഞത് പിന്നെ ട്രംപിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്നാണ്. ഇന്നലെ ആ പത്രങ്ങളെല്ലാം മാറ്റി പറഞ്ഞു. സെലൻസ്കി ഒരുപക്ഷെ സെലൻസ്കിയുടെ വീഡിയോ വീട്ടിൽ പോയിരുന്ന സെലൻസ്കി നോക്കിയിട്ടുണ്ടാവും. സെലൻസ്കി കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നു, ഞാൻ ഖേദിക്കുന്നു എന്ന് ട്രംപിനെ ഒഫീഷ്യലായിട്ട് അറിയിച്ചു. എന്ന് പറഞ്ഞാൽ ഐ എം സോറി എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. അന്ന് അവിടുന്ന് പറയാമായിരുന്നു, അത് അദ്ദേഹം അത് ചെയ്തില്ല. പിന്നെ യൂറോപ്പിൽ വന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും പിന്നെ ഫ്രഞ്ച് പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോഴായി കൊച്ചിന് മനസ്സിലായത് ഇത് ഇങ്ങനെയല്ല ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം സോറി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്, യുദ്ധം തുടരുകയാണ് വേണ്ടതെന്നുള്ളതായിരുന്നു വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു എങ്ങനെയെങ്കിലും സമാധാനത്തിലെത്തിയാൽ മതി. മൂന്നാമത് അദ്ദേഹം പറയുന്നു അമേരിക്കയുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞ അവരുടെ മിനറൽ റിസർവുകൾ, അവരുടെ രാജ്യത്തുള്ള ധാതു ഖനനം
അമേരിക്കയുമായി ഷെയർ ചെയ്യാൻ അവർ തയ്യാറാണ്. അതുമായിട്ടുള്ള എഗ്രിമെൻ്റ് എപ്പോൾ വേണ്ട ഒപ്പിടാം എന്ന് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അമേരിക്കൻ കോൺഗ്രസ്സിൽ മിനിഞ്ഞാന്ന് തന്നെ ട്രംപ് പറഞ്ഞ കാര്യം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങൾ എല്ലാവരും പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സെലൻസ്കി പറയുന്നു അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ വെച്ച് അമേരിക്കയുമായി സമാധാനം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അതായത് റഷ്യയുമായിട്ടുള്ള യുദ്ധം സമാധാനത്തിൽ തീർക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ വെച്ച് നടക്കും എന്നാണ് സെലൻസ്കി പറയുന്നത്. അപ്പോൾ സെലൻസ്കിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് നാറ്റോയിൽ ചേരണം. തീർച്ചയായിട്ടും ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് ആണ്. അദ്ദേഹം ഒരു യൂറോപ്യൻ രാജ്യമാണ്, പക്ഷേ അവർ USSRന്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഇപ്പോൾ എവിടെയും പെടാതെ കിടക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പെട്ടേ പറ്റൂ. ഒന്നുകിൽ റഷ്യയുമായി ചേർന്ന് നിൽക്കുക, അതവർക്ക് പറ്റില്ല. കാരണം അവർ തമ്മിൽ ശത്രുക്കളായിപ്പോയി. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉള്ള ഒരു വല്ലാത്ത ശത്രുത അവരുടെ ഇടയിൽ ഉടലെടുത്ത് പോയി. അപ്പോൾ റഷ്യയുമായിട്ട് അവർക്ക് ചേരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പിന്നെ ഒരു സൗഹൃദം വേണം. ആ സൗഹൃദം അവർ കാണുന്നത് നാറ്റോയാണ്. അപ്പോൾ നാറ്റോയിലേക്കുള്ളൊരു പ്രവേശനമാണ്. അത് നടക്കുകയെന്നാണ് ട്രംപ് പറയുന്നത്. കാരണം റഷ്യയെ അപ്പീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ ഈ നാറ്റോ മെമ്പർഷിപ്പ് സാധ്യമാവുകയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ആർഗ്യുമെൻറ്റ്. അപ്പം അവർ പിന്നീട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു താല്പര്യം അമേരിക്ക അവിടെ എയർബേസ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേരിട്ടുള്ള പ്രൊട്ടക്ഷനിലാക്കുക. ഇപ്പോൾ ഖത്തർ പോലെ, അല്ലെങ്കിൽ സൗദി അറേബ്യ പോലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒക്കെ നിൽക്കുന്നത് പോലെ അമേരിക്കയുടെ ഡയറക്റ്റ് പ്രൊട്ടക്ഷനിൽ വരിക. അപ്പം ട്രംപ് പറയാൻ സംസാരിക്കാം, ആ വിഷയം നമുക്ക് സംസാരിക്കാമെന്നാണ്. അദ്ദേഹം ഒരു ഉറപ്പ് കൊടുക്കുന്നില്ല, സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പറഞ്ഞ മിനറൽ എക്സ്ചേഞ്ച് നമ്മൾ തമ്മിൽ നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനികൾ അവിടെ വരും. ഞങ്ങളുടെ കമ്പനികളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ലേ? ഞങ്ങളുടെ കമ്പനികളുടെ പ്രൊട്ടക്ഷൻ ആണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്, നിശ്ചയമായി അത് ഉറപ്പിച്ചിരിക്കും. അദ്ദേഹത്തെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മതി വാസ്തവത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കാം ഇനി ഇവിടെ സൗദി അറേബ്യയിൽ ചർച്ച വരുന്നതായിരിക്കും. അതിനിടെ കൂടെ റഷ്യ അവരുടെ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. റഷ്യ പറയുന്ന ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന നിലയിൽ യൂറോപ്യൻ ഫോഴ്സിനെ യുക്രൈനിൽ അനുവദിക്കുകയില്ല. യൂറോപ്യൻ ഫോഴ്സുകൾ ഉക്രൈനിൽ കടക്കുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് ഞങ്ങൾ കണക്കാക്കുമെന്നാണ് പുടിൻ പറയുന്നത്. പുടിൻ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള ആളാണ്. അശേഷം ഫ്ലെക്സിബിൾ അല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇമ്മാനുവൽ മാക്രോണുമായിട്ട് വലിയ വിരോധമുണ്ട്. അപ്പം മാക്രോൺ ഇടയ്ക്കിടയ്ക്ക് പുടിനെ കയറി ചൊറിയും. അപ്പോൾ പുടിൻ തിരിച്ച് അങ്ങോട്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് മാക്രോണിനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് തിരിച്ച് മാക്രോൺ ഇന്ന് പിന്നെ അദ്ദേഹത്തെ പുടിനെ ഏകാധിപതി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ശത്രുതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ഫോഴ്സ് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ഫ്രാൻസ് തന്നെയാണ്. അപ്പം ഫ്രാൻസിൻ്റെ കഴിഞ്ഞ ദിവസം മാക്രോൺ പറയുകയുണ്ടായി ഫ്രാൻസിൻ്റെ ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് യൂറോപ്പിന് മുഴുവൻ വേണ്ടി ഉപയോഗിക്കാറുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഉക്രൈന് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ സഹായം ഫ്രാൻസ് നൽകും എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് പിന്നെ റഷ്യയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യ പറയുന്നു അവിടെ യൂറോപ്യൻ ഫോഴ്സ് പറ്റില്ല, ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന നിലയ്ക്ക് യൂറോപ്യൻ ഫോഴ്സിനെ അവിടെ അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞു. കൂടാതെ അദ്ദേഹം പട്ടാളക്കാരുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ മരിച്ചുപോയ പട്ടാളക്കാർക്ക് പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു മീറ്റിങ്ങിലാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കുകയില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു തരാം എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യുക്രൈന് വെച്ചിട്ടുള്ള ഒരു പ്രോമിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് കുറച്ച് വേർക്കേണ്ടി വരും. ഈ പ്രശ്നം തീർക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. കാരണം നാറ്റോ മെമ്പർഷിപ്പ് കിട്ടിയില്ലേ പിന്നെ പകരം എന്ത് കിട്ടും എന്നുള്ള ന്യായമായൊരു ചോദ്യം യുക്രൈനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച കാര്യം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭൂപ്രദേശങ്ങൾ തിരിച്ചു തരാമെന്നുള്ളതാണ്. ക്രീമിയൊക്കെ തിരിച്ചു കിട്ടാതെ ലോട്ടറിയാണ്. കാരണം അവർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല, യുദ്ധം ചെയ്ത് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ക്രീമിയ എന്ന് പറയുന്നത് 2014 നഷ്ടപ്പെട്ടു പോയ പ്രദേശമാണ്. മാത്രമല്ല അത് കാസ്പിയൻ സീയിലേക്കുള്ള ഉക്രൈൻ്റെ ആക്സസുകളിൽ പ്രധാനപ്പെട്ട ഒരു ആക്സസുമാണ്. അല്ലെങ്കിൽ തന്നെ കാസ്പിയനിലേക്ക് ആക്സസ് ഉണ്ട്, ക്രീമിയ ഇല്ലാതെ തന്നെ ആക്സസ് ഉണ്ട്. എങ്കിൽ പോലും ഉക്രൈനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ വലിയ ചേഞ്ചസ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. ന്യൂസുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.